വാത്സല്യം സീരിയൽ ഇന്നത്തെ എപ്പിസോഡാണ്. നമ്മുടെ ACP കാറിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ACP വരുന്നത് കണ്ടപ്പോഴേ വൈശാഖ് പിന്നാമ്പുറത്തുനിന്ന് ചാടി അപ്പുറത്തോട്ട് കിടക്കുവാണ്. സമയത്ത് ACP ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് മീനാക്ഷിയും നന്ദിനിയും വളരെ ടെൻഷനിലാണ്. അവർ രണ്ടുപേരും പരസ്പരം അമ്മയെ മോളെ എന്ത് ചെയ്യുമെന്ന് രണ്ടുപേരും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്ത് അകത്ത് മാലതി പറയുന്നുണ്ട്, എടി കാർത്തിക് വന്നു. അയ്യോ ചേച്ചി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അവൻ നിന്നെ കൊല്ലും. എന്നെയാണെങ്കിൽ നിനക്ക് ചാരപ്പണി എടുത്തതിന് എൻ്റെ ജഗദീശേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവമേ എനിക്ക് വയ്യാന്ന് മാലതിയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് ACP ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ACP കണ്ടുകൊണ്ട് മീനാക്ഷി വളരെ ടെൻഷനായി ചോദിക്കുന്നു, എന്തേ ACP? ഡ്യൂട്ടിക്കിടെ ഒരു വീട് സന്ദർശനം, ഭക്ഷണം കഴിക്കാൻ വന്നതാണെങ്കിൽ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാം. മീനാക്ഷി, ഞാൻ കൃത്യം 1 മണിക്ക് മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഞാൻ അതിന് വന്നതല്ല. ഞാൻ എൻ്റെ ഒരു അത്യാവശ്യ ഫയൽ ഉണ്ടായിരുന്നു, എടുക്കാൻ വേണ്ടി വന്നതാണ്. മീനാക്ഷി വീണ്ടും ടെൻഷനായി. നന്ദിനി അതിനേക്കാളും ടെൻഷനായി. ഫയലോ? അതെ, ഇപ്പോൾ റൂമിലോട്ട് പോകാൻ പറ്റില്ല. അതെന്തേ? പറ്റില്ല, എൻ്റെ കുഞ്ഞുറങ്ങുവാണ്. എൻ്റെ കുഞ്ഞ് ഉണരുന്നത് എനിക്കിഷ്ടമല്ല. സാരമില്ല മീനാക്ഷി, ഞാൻ കുഞ്ഞിനെ ഉണർത്താതെ പോയി എടുത്തോളാം. പറ്റില്ല, ഞാൻ എടുത്തുകൊണ്ട് തരാം. എനിക്ക് ഈ കുഞ്ഞ് ഉണരാതെ എടുക്കാനുള്ള സൂത്രമൊക്കെ എനിക്കറിയാമെന്ന് മീനാക്ഷി പറയുന്നു. അപ്പോൾ ഫയലിൻ്റെ കളറ് പറഞ്ഞു കൊടുക്കുന്നു. നീല കളറാണ്. മീനാക്ഷി മെല്ലെ കതവ് തുറന്ന് പേടിച്ച് കതവ് ചാരി വെച്ചിട്ട് മീനാക്ഷി എന്ത് ചെയ്യുന്നു? അലമാര തുറന്ന് ഫയൽ എടുക്കുന്നു. ഫയൽ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവരെ രണ്ടുപേരും മീനാക്ഷി രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഈ ഫയൽ എടുത്തിട്ട് ടെൻഷനോടെയാണ്, പേടിച്ച് തന്നെ ഇറങ്ങി കതവ് ചാരി വെച്ചിട്ട് ACPയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. നോക്കൂ ACP, ഇത് തന്നെയാണോ ഫയൽ? അതേ മീനാക്ഷി, ഇത് തന്നെ ഫയൽ എന്ന് ACP പറയുന്നു. എന്നിട്ട് ACP പറയുവാണ്, കുഞ്ഞിനെ നോക്കി മീനാക്ഷി ഒരു നല്ല അമ്മയായി മാറി. അതെങ്ങനെ? ദേവോമ്മയുടെ അല്ലേ ട്രെയിനിങ്, അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്ന് പിന്നെ കാർത്തിക് പറയുന്നു. ഈ സമയം മീനാക്ഷി പറയുവാണ്, അതെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല. എനിക്ക് കുഞ്ഞ് കഴിഞ്ഞേ ഉള്ളൂ എന്തോന്ന് പറയുന്നു. ഓ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഫയലും മേടിച്ചുകൊണ്ട് കാർത്തിക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. കാർത്തികിൻ്റെ കാറ് പോകുന്ന കണ്ടുകൊണ്ട് വൈശാഖ് വീണ്ടും ചാടി ഇപ്പുറത്തോട്ട് വന്ന് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം എന്താണ്, മൈഥിലിയും പിന്നെ മാലതിയും കൂടെ പിന്നെ കഥ തുറന്ന് ഇറങ്ങി വന്നപ്പോഴത്തേന് മീനാക്ഷിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു മൈഥിലി. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ കുഞ്ഞിനെ കാണാൻ വരില്ല, ബുദ്ധിമുട്ടിക്കില്ല. അവനെ മീനാക്ഷി പറയുന്നുണ്ട്, നീ ഒന്ന് വന്നു നോക്ക് ഇവിടെ, ഇനി മേലാൽ ഇങ്ങോട്ട് വരാൻ പാടില്ല. നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചവളാണ്. എന്നിട്ട് ഞാൻ എല്ലാം മറന്നത് നീ കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ ക്ഷമിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴത്തേനും മൈഥിലി പറയുന്നുണ്ട്, ദൈവമേ വളരെ നന്ദിയുണ്ട് എന്നോട് കാരുണ്യം കാണിച്ചതിന്. ശരി നീ വേഗം പോവാൻ നോക്ക്, എനിക്ക് ടെൻഷൻ ആവുന്നു, ടെൻഷൻ കൊണ്ട് വയ്യ, പോവാൻ നോക്കാൻ പറയുന്നു. മാലതി ഇവളെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നു. അങ്ങനെ മാലതി അവളെ പിടിച്ചുകൊണ്ട് പോവാൻ ഇറങ്ങാൻ പോകുന്ന സമയത്താണ് വീണ്ടും ഒരു കാറ് വന്നു. ഇനി ദൈവമേ ഇതാരാണോ വന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സാവിത്രിയാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അയ്യോ സാവിത്രി വന്നെന്ന് പറഞ്ഞ് വളരെ ടെൻഷനായി ഇരിക്കുമ്പം നന്ദിനി പറയുവാൻ, സാവിത്രി വന്നു. സാവിത്രി അകത്തോട്ട് കയറുമ്പോൾ വേഗത്തിൽ ഇവളെയും പിടിച്ചുകൊണ്ട് പോകാൻ നോക്കെന്ന് പറയുന്നു. സാവിത്രി അകത്തോട്ട് കയറിയ സമയം നോക്കി മൈഥിലിനെ പിടിച്ചുകൊണ്ട് മാലതി പോവാണ്. അപ്പോഴത്തേനും എന്ത് ചെയ്ത് വൈശാഖ് ബൈക്കും എടുത്തുകൊണ്ട് വന്ന് സൈഡ് ഭാഗത്ത് വന്നു. മൈഥിലി കയറി ആ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും സാവിത്രി അകത്തുനിന്നത് കാണുന്നുണ്ട്. സാവിത്രി മാലതിയോട് ചോദിക്കുന്നു, എടി ആരാ വന്നത്? അത് ടെൻഷൻ അടിച്ചിട്ട് ഒന്നും പറയാനുള്ള ഇത് അറിയാത്തതുകൊണ്ട് അതെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് വന്നത് എന്ന് പറഞ്ഞു. കൂട്ടുകാരിയോ? അതെ, അത് സാറാ മറിയം പിറവം. അതെന്തൊരു ജീവി? അത് ജീവിയല്ല, അതെൻ്റെ കൂട്ടുകാരി. അവളെ പിറവങ്കാരിയാണ്, അവൾ കഴുക്കൂട്ടത്ത് ജോലി ചെയ്യുവാണ്, എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറയുന്നു, ഞാനിവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ കള്ളക്കളികൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴത്തേനും എന്ത് ചെയ്ത് മാലതി ഇങ്ങോട്ട് ചാടിക്കൊണ്ട് വന്നിട്ട് വന്നേ, എന്നെ ഭരിക്കാനങ്ങ് വന്നേക്കല്ലും, എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാ, നിങ്ങൾക്ക് എന്നെ ഭരിക്കാനുള്ള അവകാശമൊന്നുമില്ല. ഈ സ്വത്തിൻ്റെ എല്ലാം അവകാശിയായ ജഗദീഷിന്റെ ഭാര്യയാണ് ഞാൻ, എന്നെ ഭരിക്കാനൊന്നും വരേണ്ട ആവശ്യമില്ല. അതായത് ഞാനാണ് ഇവിടുത്തെ തറവാട്ടമ്മയെന്ന് പറയും. എന്നിട്ട് അവളങ്ങ് പോവുകയെന്ന്. ഇവക്കൊന്നും മനസ്സിലായില്ല സാവിത്രി. ഇവളെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നുള്ള മുഖഭാവത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവർക്കൊരു ഫോൺ വരുന്നു സാവിത്രിക്ക്. ഫോൺ എടുത്തിട്ട് ഹലോ വരാമല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് സാവിത്രി ആലോചിക്കും, ഇതെന്തേ ഇവളിങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി അകത്തോട്ട് പോകുന്നു. ഈ സമയം എന്ത് ചെയ്യും, നമ്മുടെ മീനാക്ഷി കുട്ടി കുഞ്ഞിന് കുപ്പിപ്പാൽ കൊടുത്തിട്ട് തൊട്ടിൽ കിടത്തിയിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു.
ACPയോട് ഞാൻ ദ്രോഹം ചെയ്തു, ACPയുടെ ഞാൻ ഒളിച്ചു വെച്ചല്ലോ, ACP ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ACPയുടെ ഫോണിലോട്ട് വിളിക്കുന്നു. അപ്പോൾ ACP ഫോൺ എടുക്കുന്നു. ACP തിരക്കിലാണോ എന്ന് ചോദിക്കും. ഇല്ല മീനാക്ഷി, പറഞ്ഞോളൂ, എന്തേ വിളിച്ചത്? ഒന്നുമില്ല, ഈ മീനാക്ഷി എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഓഹോ, എന്നാൽ ഞാൻ മീനാക്ഷി 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 എന്ന് ഓഡിയോ മെസ്സേജ് ചെയ്ത് അയക്കാമെന്ന് പറയുന്നു. അതൊന്നും വേണ്ട, ഡ്യൂട്ടിയിലാണ്, ആൾക്കാർ കേൾക്കുമെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ആ ഫയല് അവിടെ കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ മീനാക്ഷി അങ്ങനെ പറയാൻ? ഞാനൊരു ഭാര്യയല്ലേ, ചോദിച്ചതാണ്, ഫയൽ കൊടുത്തു, എനിക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ, ഫയലൊക്കെ കൊടുത്തു, പിന്നെ നീ എൻ്റെ ഭാര്യയാണ്, എൻ്റെ നല്ല സുഹൃത്താണ്, നല്ല ഒരിതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും മീനാക്ഷി പറയുന്നു റൊമാൻറ്റിക് ഒന്നും ആവണ്ട എന്ന് പറയുന്നു. പിന്നെ എന്നെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ വിട്ടതിൽ എനിക്ക് സങ്കടമുണ്ടെന്ന് മീനാക്ഷി പറയുന്നു. അത് സാരമില്ല എന്ന് പറയുന്നു. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ്, കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥയാണെന്ന് മീനാക്ഷി പറയുന്നു. പിന്നെ അന്നേരം ACP പറയുവാണ്, ACP വീണ്ടും സൊല്ലാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ഇവള് പറയുന്നുണ്ട് റൊമാൻറ്റിക് ഒന്നും വേണ്ട, സർക്കാർ ശമ്പളം തന്നെയാണ്, ഡ്യൂട്ടി ചെയ്യാൻ നോക്കാൻ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാൻ പോകുന്നു. എന്നിട്ട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വൈകുന്നേരം നേരത്തെ വരണമെന്ന് പറയുന്നു. വരാം എന്ന് പറയുന്നു. വരാം മീനാക്ഷി, വരാമെന്ന് പറയും. അതിനുശേഷം കാണിക്കുന്ന മീനാക്ഷി ഫോൺ വെച്ചിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കുഞ്ഞ് ഛർദ്ദിച്ച് കിടക്കുന്നു. കുഞ്ഞിനെ വാരി എടുത്തുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ഓടി അമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട്. അപ്പം മുത്തശ്ശി അമ്മയും കൂടെ ഇറങ്ങി. എന്താ മോളെ? മുത്തശ്ശി, എൻ്റെ കുഞ്ഞ് ഛർദ്ദിക്കുന്നു എന്ന് പറയുന്നത്. സാരമില്ല മോളെ, പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ തോളിലിട്ട് ഒന്ന് തട്ടി കൊടുക്കണം, ഗ്യാസ് പുറത്തു പോവും, അത് അന്നേരം അങ്ങ് മാറും എന്ന് പറയുന്നു. അല്ല, ഒരുപാട് ഛർദ്ദിച്ചു എന്ന് പറയുന്നു. അപ്പം നന്ദിനിയും മാലതിയും തമ്മിൽ മുഖത്തോട് മുഖം നോക്കുവാണ്. അവർക്ക് അറിയാമല്ലോ കാര്യം. അന്നേരം മീനാക്ഷി പറയുന്നു അമ്മയെ ഒത്തിരി വട്ടം ഛർദ്ദിച്ച് ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് പറയുന്നു. അപ്പം നന്ദിനി പറയുന്നു അമ്മേ ഒന്ന് കൊണ്ട് കാണിക്കാം അമ്മയെന്ന് പറയുന്നു. അതിനിപ്പോൾ ഇവിടെ ജഗദീഷ് ഇല്ലല്ലോ, ആര് കൊണ്ടുപോകും? രാമേട്ടനുണ്ട് എന്ന് പറയുന്നു. രാമേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇവര് രാജലക്ഷ്മി വിളിക്കുവാണ് രാമഭദ്ര. അപ്പം രാമഭദ്ര വന്നു. ഇവര് കുഞ്ഞിനെയും കൊണ്ട് കാണിക്കാനായിട്ട് പോകുന്നു. ഈ സമയം ACP വിളിച്ച് മീനാക്ഷി കാര്യം പറയുകയും ചെയ്തു. അങ്ങനെ കുഞ്ഞിനെ അവിടെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് അപ്പോഴത്തേനും ACP അവിടെ എത്തി. മീനാക്ഷി വളരെ ടെൻഷനിലാണ്. മീനാക്ഷിയും ഉണ്ട്, മാലതിയും ഉണ്ട്, രാമേട്ടനും ഉണ്ട്. ഈ സമയത്ത് ACP വന്നു. അപ്പോൾ ACP അറിയാവുന്ന ആണ്. അപ്പോൾ ACPയോട് ചോദിക്കുന്നുണ്ട് ഇത് എൻ്റെ കുഞ്ഞാണ് മാഡം എന്ന് പറയുന്നു. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞിന്? അത് പാല് മാറി കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഇല്ല, മാറി കുടിക്കാൻ ഇതില്ലല്ലോ എന്ന് അവൻ പറയുന്നു. 2-3 ടെസ്റ്റും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ പറയാം, ഇപ്പം കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് കാർത്തിക് ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് അവർ പറയുന്നു. അന്നേരം കാർത്തിക് മീനാക്ഷിയുടെ മുഖത്തോട്ട് നോക്കുന്നു. ACP നോക്കുന്ന കണ്ടിട്ട് മീനാക്ഷിക്ക് ഭയങ്കര ടെൻഷൻ. അന്നേരം ACP ചോദിക്കുന്നുണ്ട് മീനാക്ഷി കുഞ്ഞിന് പാല് വല്ലതും മാറ്റി കൊടുത്തു? മീനാക്ഷിക്ക് സത്യം പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നുള്ള വിധത്തിൽ മാലതിയെ നോക്കുന്നു. അന്നേരം മാലതി മുഖം കൊണ്ട് ആക്ഷൻ കാണിക്കുവാണ്, പറയല്ലേ എന്നുള്ള വിധത്തിൽ. പിന്നെ ACP വീണ്ടും ചോദിക്കുന്നു. ഒന്നും മിണ്ടാതെ തന്നെ വളരെ പരിഭ്രമത്തോട് കൂടിയിട്ട് മീനാക്ഷി നിൽക്കുന്നു. അതാണ് ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.